ഒരുപക്ഷെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസിൻ്റെ BJP പ്രവേശനം ഉണ്ടായത്. പലതരത്തിലുള്ള വിശദീകരണങ്ങളും വിമർശനങ്ങളും ഒക്കെ പലതരത്തിൽ ഉയർന്നു വന്നു. UDF ഇത് ആയുധമാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും റെജി ലൂക്കോസിനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നുള്ളത്. ഈ UDFിൻ്റെ വലിയൊരു ആയുധമായി തെരഞ്ഞെടുപ്പ് കാലത്ത് വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ളൊരു മാറ്റം അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? അല്ല, എൻ്റെ മനസ്സിൽ അനിവാര്യമായൊരു മാറ്റം കേരളത്തിന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. കാരണം കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി വികസനം അനുഭവിക്കാനായിട്ട് ഉള്ള അവസരങ്ങളുള്ളൊരു നാട്ടിൽ അതിനൊന്നും ഇട നൽകാതെ കണ്ട് വെറും രാഷ്ട്രീയം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടത്തുന്ന LDFിൻ്റെയും UDFിൻ്റെയും ഈ എന്താ പറയുക ഈ വാക്ക് പോരാട്ടത്തിനോട് ഉള്ള താല്പര്യങ്ങൾ പതിയെ കുറഞ്ഞു വന്നു. നാളുകളിലെ കേരളത്തിൻ്റെ വികസനം മാത്രമാണ് പതിവായിട്ട് ഞാൻ ചാനൽ ചർച്ചകളിലും ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് വലിയ രീതിയിൽ ഞാൻ പ്രതികരിക്കുന്ന ആളാണ്. ഭാഗ്യം കൊണ്ട് അത്യാവശ്യം കുറച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലൊരു ചുരുങ്ങിയ കാലയളവ് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ബോധ്യമാകുന്നത് കേരളം പോലൊരു മനോഹരമായ സ്ഥലം എന്തുകൊണ്ട് ഇതിനോടൊപ്പം വളരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ബോധ്യവും അദ്ദേഹം സംസാരിക്കുന്ന മുഴുവനും കേരളത്തിനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ്. അതിനുള്ള പൊട്ടൻഷ്യൽ ഈ നാടിനുണ്ട്. അപ്പോൾ എന്നെ അത് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാഴ്ചവെച്ചില്ലെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കേരളം വരണ്ടു പോകും. കേരളത്തിലേക്ക് നല്ല ഇന്ത്യയിലേക്ക് പോലും ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള വിദേശത്ത് നിന്ന് വരുന്ന മലയാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ അവരുടെ അവസരങ്ങൾക്ക് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഭരണകൂടങ്ങളുടെയും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികളുടെയും ഒരു സത്യസന്ധമായ ഗതികേടായിരിക്കും. അപ്പോൾ മാറി ചിന്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരോടൊപ്പം നാടുകളിലെ നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിന് വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയി മാതൃകാപരമായൊരു സംസ്ഥാനമായി ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വികസനം മാത്രം കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചെങ്കിലേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ ദേശീയപാത വികസനത്തിലടക്കം ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ CPM ഒരു പരിധിവരെ വികസനമല്ലേ മുന്നോട്ട് വെക്കുന്നൊരു അജണ്ട? തീർച്ചയായിട്ടും ഞാൻ കേരള സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയി എന്ന് അത് ഒരു വസ്തുതാപരമായ കാര്യമാണ്, നമ്മളത് നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ആ ചെറിയ ചെറിയ വികസനം ഒന്നുമല്ല ഈ നാടിന് വേണ്ടത്. ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം പറയാം. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്യൂ. ഞാൻ ഉത്തരേന്ത്യയിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട്. 10-30 വർഷത്തിനിടയ്ക്ക് ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. ആ അന്നത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഉത്തരേന്ത്യൻ പിന്നെ നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് റോഡിൻ്റെ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്സ് ലോകത്തൊരു രാജ്യത്തും ഇത്ര മനോഹരമായ റോഡുകൾ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയ്ക്കും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള രാജ്യമായിട്ട് വിവിധ മേഖലകളിൽ ഇന്ത്യയെ വളർത്തിക്കൊണ്ട് വന്നത് 100% ഇതെല്ലാം അനലൈസ് ചെയ്യുന്നൊരു ഏതൊരാൾക്കും ബോധ്യവും നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന എഫർട്ട്, അദ്ദേഹത്തിന് വേറെ ഒരു സ്വാർത്ഥ താല്പര്യമില്ല, ഈ രാജ്യത്തിനെ മുമ്പോട്ട് കൊണ്ടുവന്നുള്ള. ഞാൻ പ്രിയപ്പെട്ട ശ്രീജിത്തിനോട് കാര്യം പറയാം. ഇന്നലെ ഞാൻ BJP ചേരുന്നത് ഇതൊക്കെ ഒരു ഘടകമാണ്. അതിനുശേഷം വന്ന് എൻ്റെ ഫോൺ കോൾ വേണമെങ്കിൽ ഈ ഫോൺ കൈ തരാം, ചെക്ക് ചെയ്തോളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നത് വിദേശ രാജ്യങ്ങളാണ്. കാരണം ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്യാറുള്ളതുകൊണ്ടായിരിക്കും. എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ നിരവധിയുണ്ട്. അമേരിക്ക, അതുപോലെ തന്നെ കാനഡ, ഈ പറയുന്ന ഓസ്ട്രേലിയ, പിന്നെ ന്യൂസിലൻഡ്, അങ്ങനെയുള്ള രാജ്യം, ഗൾഫിൽ നിന്നൊക്കെ എനിക്ക് അനേകം കോൾ വന്നു. പലരും എന്നെ അസഭ്യം പറയാൻ വിളിക്കുകയെന്ന് ഞാൻ കരുതി. പക്ഷെ ഫോൺ എടുത്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും വണ്ടിയിലിരിക്കുക. ഈ വിളിച്ച മുഴുവൻ ആളുകളും അതിനകത്ത് എല്ലാ വിവിധ രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്നുണ്ട്. ഒരാൾ പോലും ഇല്ലാതെ കൊണ്ട് മുഴുവൻ ആളുകളെ എന്നെ പിന്തുണയ്ക്കുകയത്. റെജിയേട്ടനെടുത്ത നിലപാട് വളരെ കറക്റ്റാണ്. തന്നെയുമല്ല, ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ ഒരു സ്ഥാനവും വഹിച്ചിട്ടില്ല. ഞാൻ മെമ്പറാണ്, 7 വർഷം മെമ്പറാണ്. കുറുമള്ളൂർ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ബ്രാഞ്ചിലെ മെമ്പറായിരുന്നു മിനിഞ്ഞാന്ന് വരെ. ഞാൻ ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഞാനൊരു പ്രതിനിധിയായിരുന്നു. 2021 ശേഷം പ്രതിനിധിയായോ? 2021 ഞാൻ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന ഈ പറഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ഏരിയ സമ്മേളന പ്രതിനിധിയായിരുന്നു, കടുത്തുരുത്തി.
അപ്പോൾ ഞാൻ ശേഷവും മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നു, അല്ലാതെ സ്കൂട്ടണി നടക്കാതെ അത് ഒഴിവായി പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒഴിവായി പോയിട്ടില്ല. ഇപ്പം മെമ്പർഷിപ്പ് സ്കൂട്ടണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പോകുന്നതുകൊണ്ട് ഇനി പുതുക്കാൻ പറ്റത്തില്ല. അതുവരെ ഞാൻ ആ പാർട്ടി മെമ്പറാണ്. ഒരു ബന്ധമില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. എന്താണത് എങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു ബന്ധമില്ലെന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളന പ്രതിനിധിയാകുന്നത്? എത്രയോ മാധ്യമങ്ങൾ കണ്ട്, അവിടെ ഇരുന്ന് വന്നിരിക്കുന്ന നേതാക്കന്മാർ കണ്ടു. കഴിഞ്ഞ തവണത്തെ ഏരിയ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷേ അവർക്ക് അങ്ങനെ എന്നെ ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ അവഗണിക്കാനായിട്ട് അവർ നിർബന്ധിതരായിരിക്കും. ഞാൻ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് ശേഷം പാർട്ടി കുറ്റപ്പെടുത്താനായിട്ടോ ആ പാർട്ടിയെ മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനെന്നുള്ള വ്യക്തിയുടെ മനസ്സിൽ വന്ന ഈ ഡെവലപ്മെന്റ് ആശയം കേരളം വികസിച്ചേ പറ്റും. നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ വഴി നടക്കണം. നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് കേരളത്തിൽ വന്ന് ജീവിക്കണം. കേരളത്തിന് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. ശ്രീത്ത് മനസ്സിലാക്കുക, ലോകത്തിൽ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്ത ആൾ ഒരു ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ 100-1 കേരളം പോയിട്ടില്ല. എന്നാൽ നമ്മുടെ നാടിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് ഡിബേറ്റിലും ഒത്തിരി ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അറിയാമല്ലോ, ഞാനൊരു കോളമിസ്റ്റാണെന്നുള്ളത്. ഞാൻ അമേരിക്കൻ മാധ്യമങ്ങളിൽ 20 വർഷം കോളം ചെയ്ത ഒരാളാണ്. അമേരിക്കൻ ഉണ്ടെങ്കിൽ ഇപ്പം പിന്നെ അവിടെ ഇപ്പം ഈ എഴുത്തിനോട് അത്ര നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സും കേരളത്തിൻ്റെ ഇടങ്ങളും കേരളത്തിൻ്റെ മലനിരകളും സത്യം പറയണമെന്ന് ഇതുപോലുള്ളൊരു സംഗമഭൂമി ലോകത്തിൽ എവിടെയില്ല. നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് പോയാലും അതിന് ആ പ്രകൃതിക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. നമ്മുടേത് ബ്ലസ്ഡ് നാടാണ്. 100% പോലും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ ഒരു ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അതുമാത്രം മതി. ഗ്രാമീണ മേഖലകളിലെ ടൂറിസം വികസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ സ്ത്രീകൾക്കും ആ നാട്ടിലെ ജനങ്ങൾക്കും വരുന്ന വളർച്ചയെന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അവരുടെ സംസ്കാരം വളരും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടും, അവരുടെ പെട്ടികളിൽ പണം നിറയും. നമ്മുടെ മനോഹരമായ നാടിനെക്കുറിച്ച് ലോകം വാഴ്ത്തിപ്പാടും. എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തിൻ്റെ നെറുകയിലെത്തേണ്ടതാണ് കേരളം. ഇത്രയും നാളും ഭരിച്ച ഇവിടുത്തെ ഒരു ഗവൺമെന്റിനും ഒരു സർക്കാരിനും കേരളത്തിനെ ഏറ്റവും സുന്ദരമായി ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വികസിത കേരളം എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു മുദ്രാവാക്യമാണ് താങ്കളെ പ്രധാനമായും ആകർഷിച്ചത് ഒരു ഘടകം, അല്ലേ? 101% ശ്രീജിത്തിന് മനസ്സിലായ ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഞാൻ ഈ ഡിബേറ്റുകളിലും എൻ്റെ ലേഖനങ്ങളിലൊക്കെ ഡെവലപ്മെന്റ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണ് പല സ്ഥലത്തുകളും പോയി. ഞാൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ അദ്ദേഹത്തിൻ്റെ ഓരോ പത്രസമ്മേളനത്തിൽ ഈ ഡെവലപ്മെന്റ് ഈ നാട്ടിൽ അതിനുള്ള അവസരമുണ്ട്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിനെ വളർത്തണം എന്നുള്ള ചിന്തയോടൊപ്പം സഞ്ചരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതുകൂടാതെ ഉണ്ട് ഈ രാജ്യത്തിന് വന്ന ഡെവലപ്മെന്റ് ആരും മാറുന്ന കാണാൻ പറ്റില്ല. നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചതിൻ്റെ ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആ പാർട്ടിയെ ഇവിടെ ആരും അംഗീകരിക്കരുതെന്നുള്ള കുബുദ്ധി കൊണ്ടാണ്. പക്ഷേ എന്നാ പറഞ്ഞാലും കേരളത്തിലെ വളർന്നു വരുന്ന തലമുറ നമ്മളെപ്പോലുള്ളവരൊക്കെ അത് സത്യസന്ധമാണെന്നും ആ വികസനമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതെന്നും അത് ലോകത്തിലെ മാതൃകയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി മറച്ചു വെക്കാൻ പറ്റില്ല. ഈ നരേന്ദ്രമോദിയെ ചാനൽ ചർച്ചകളിലൊക്കെ വിമർശിക്കുമ്പോൾ ഉള്ളിലപ്പോൾ ഒരു ഇത് കുത്തുണ്ടായിരുന്നു. എന്താ അതിനെ എങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്? എനിക്ക് ഉള്ളിൽ കുത്തലൊന്നും ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ ക്ലീശയൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പാർട്ടിയുടെ സഹയാത്രികനായിരുന്നു, പാർട്ടി മെമ്പറായിരുന്നു. അപ്പോൾ ആ നിമിഷം വരെ ആ പാർട്ടിയോട് നീതി കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും, ഈ ശബരിമല വിഷയത്തിലൊക്കെ എൻ്റെ നിലപാട് കടുത്തതായിരുന്നു. നിങ്ങളുടെ ചാനലിൽ ആദ്യം ഞാൻ പറയുന്നത് മഞ്ജുഷ്ണൊപ്പമാണ്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ശബരിമലയെ കൊള്ളയടിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കാരണം ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ഒരു മതേതര മതസ്ഥാപനമാണ്. അവിടെ ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും കേരളത്തിലെ ശബരിമല തീർത്ഥാടകരുടെ സംഭാവന എന്ന് പറയുന്നത് ഒരു മതേതരത്വമാണ്. കേരളത്തിലെ മതേതരത്തിൻ്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ മാതൃകയാണ് ശബരിമല. ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ആ ശബരിമലയിലെ ശ്രീകോവിന് മുഴുവൻ തട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ അതിന് കൂട്ടുനിന്നവരാരായാലും അവർ ഏറ്റവും വലിയ കുറ്റവാളികളാണ്. ഒരു സംശയമില്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, എത്ര കാലമായി ഇങ്ങനെ ഒരു BJP-യിലേക്ക് മാറാമെന്നൊരു ചിന്ത വന്നിട്ട്? ഞാനങ്ങനെ കാലങ്ങൾക്ക് മുമ്പേ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര, രാജ്യത്തിൻ്റെ വികസനങ്ങളും എന്തുകൊണ്ട് കേരളം അതിനൊപ്പം എത്തുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്ന മണ്ടത്തരമാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ സ്ഥലമില്ല. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകും, ഞാൻ പോയിട്ടുള്ള അത്യാവശ്യമൊക്കെ എല്ലായിടത്തും പോയിട്ടില്ല. അവിടെയൊക്കെ പ്രതിപക്ഷവും ഭരണകക്ഷിയും മത്സരത്തിലൊക്കെ അവർ കോമ്പറ്റ് ചെയ്യും. വിജയിച്ചു കഴിഞ്ഞാൽ നാടിനൊപ്പമാണ്. ഏറ്റവും വലിയ ഉദാഹരണം പറയാം, തമിഴ്നാട്ടിലെ MP നിങ്ങൾ എടുക്കൂ. അവിടെ DMK-യുടെയോ AIDMK-യുടെയോ പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും കോൺഗ്രസിൻ്റെയോ ഒക്കെ MP-മാരുണ്ട്. ഈവൻ CPM-ൻ്റെ MP-മാരാണെങ്കിലും തമിഴ്നാടിന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ചു നിൽക്കും. തമിഴ്നാട് സർക്കാർ
കേന്ദ്ര സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ സകല കാര്യങ്ങളും അവർ നേടിയെടുക്കും. എന്താ കാരണം? അവിടുത്തെ എം പിമാർ ഒന്നിച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു എം പി കേരളത്തിന് വേണ്ടി നിങ്ങൾ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പറയൂ പ്ലീസ്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? മൗനി ഭാവങ്ങളായിട്ട് എ സിയിലിരിക്കുന്ന എം പിമാരല്ലേ ഈ UDF-ൻ്റെ എം പിമാരെന്ന് പറഞ്ഞാൽ? ശ്രീത്ത് ശരിക്കും ഇതാണോ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലിരുന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കുക, അതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതിൽ ഇവരെന്തുകൊണ്ടാണ് മടിക്കുന്നത്? അതോ ഇവരുടെ കഴിവുകളാണോ? ജനം വിജയിപ്പിച്ചു വിടുന്നവരോട് ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ? പലപ്പോഴും ഞാനത് ആലോചിച്ചിട്ടുണ്ട്. ഇത് ഇത്തരം ആശയങ്ങൾ CPM-ലുള്ളവരോ അല്ലെങ്കിൽ CPM സഹയാത്രികരോ അല്ലെങ്കിൽ മറ്റ് UDF-നൊപ്പം നിൽക്കുന്നവരോ ഇവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു? അതായത് ഈ ചാനൽ ഡിബേറ്റുകളിൽ പറയുന്നതിനപ്പുറത്തേക്ക് ഇത് ശരിക്കും മോഡി ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നില്ലേ എന്ന തരത്തിലുള്ള പേഴ്സണൽ ടോക്കുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പേഴ്സണൽ ടോക്ക് ഞാൻ പലരോടും പറഞ്ഞിരുന്നു. നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾക്ക് കാണാം നമ്മൾ എത്ര പുറകിലാണ് കേരളം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ച് നമ്മുടെ നാടിന് നേടാനുള്ള പലതും അവർ നേടിയെടുക്കുന്നില്ല. ഈ കേന്ദ്ര സർക്കാർ ഇതിന് തയ്യാറാണ്. ഉദാഹരണം PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി എന്തിനാണ് കേരള സർക്കാർ ഒപ്പിട്ടെ? വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ട്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇപ്പം നിലവിൽ തന്നെ 46 സ്കൂളുകളിൽ ഈ PM ശ്രീ ഉണ്ട്, നവോദയ പോലുള്ള സ്കൂളുകളിൽ. അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന സൗജന്യമായിട്ട് കിട്ടുന്ന ഓരോ സ്കൂളുകളുടെയും സ്പോർട്സിനും സയൻസിനും ബാക്കി എല്ലാത്തിനും കിട്ടുന്ന പിന്നെ ഡെവലപ്മെൻറ്റ്സിനുള്ള പണമാണ്. ആ പണം വേണ്ടാന്ന് വെച്ചു പോകുന്നത് ശരിയാണോ? അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ടല്ലേ കേരള സർക്കാർ ഒപ്പിട്ടെ. പിന്നെ എന്തിനാണ് അവർ പിന്മാറിയത്? കേരളത്തിലെ കുട്ടികൾ ആ നേട്ടങ്ങൾ ഉണ്ടാകണ്ടേ? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പിന്തിരിപ്പന്മാർ. എന്നിട്ട് ന്യായീകരിക്കുക എന്തുകൊണ്ടാണ് അത് BJP കൊണ്ടുവരുന്നതെന്നുള്ളവരും. BJP-യിൽ ആര് കൊണ്ടുവന്നാലും നന്മയ്ക്ക് വരുന്നത് നമ്മൾ സ്വീകരിക്കണ്ടേ? ഈ പേഴ്സണൽ ടോക്കിൽ അവരൊക്കെ ഇത് അംഗീകരിക്കാറുണ്ടോ? അതിന്റെ ഫലമാണല്ലോ ഇപ്പം എനിക്ക് വരുന്ന ഫോൺ കോളുകൾ. എനിക്ക് ഫലമാണല്ലോ നിങ്ങളുടെ തന്നെ മാധ്യമ പ്രമുഖരായ ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമ അത് അദ്ദേഹം BJP-കാരൊന്നുമില്ല. ഇപ്പം ശ്രീ തുടരുമ്പോൾ എന്നോട് ഫോണിൽ സംസാരിച്ചു. ഞാൻ പേരൊന്നും പറയത്തില്ല. അതൊന്നും എന്നോട് പറഞ്ഞ വിജയ് പോലെ ഒരാളോട് ഈ പാർട്ടി കാണിച്ച ആവണ നിങ്ങളുടെ ഡിബേറ്റിലൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട്. താങ്കളെടുത്ത തീരുമാനം നല്ലതെന്ന് പറഞ്ഞു. ഒരു അവഗണന എന്നുള്ളത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടോ CPM-ൽ? അതൊരു കാരണമായിട്ടുണ്ടോ? ശ്രീത്തെ ഞാൻ ഹൃദയം തുറന്ന് ചോദിക്കുക. ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പദവിയിൽ നിന്ന് അവസരങ്ങൾക്ക് വേണ്ടി മാത്രം രാജിവെച്ചതിന് പിറ്റേ ദിവസം അയാൾക്ക് വ്യക്താവസാനം കൊടുത്ത് അയാളെ അവതരിപ്പിക്കുക. മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടി പതിറ്റാണ്ടുകളോളം പള്ളു പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ CPM-നെ അപമാനിക്കുന്നതിൽ മുൻകൈ എടുത്തവരൊക്കെ അവർക്ക് ഇനി തൻ്റെ പാർട്ടിയിൽ നിന്ന് അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ അത് അധികാരത്തിൽ വരികയെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ CPM-ന്റെ തൊട്ടടുത്തിട്ട് അവർ വിളിച്ചു വരുത്തി കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ ചെയർമാൻ സ്ഥാനം കോർപ്പറേഷന്മാരെല്ലാം കൊടുക്കും. ഉദാഹരണം നിലവിലുണ്ട്. ആരുടെ പേര് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കതൊന്നും വേണമെന്നില്ല. ജസ്റ്റ് എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് സഖാക്കൾ, ഞാനിപ്പോൾ സഖാവല്ല, ഒരു പരിഗണന നൽകാതെ വെറും അടിമകളെ പോലെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളവരുടെയൊക്കെ ധാർഷ്ട്യവും കണ്ടു കഴിഞ്ഞാൽ ഈ പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും: ഇതിനകത്ത് ഒരു ജനാധിപത്യമില്ല, ഡെമോക്രസി ഇല്ല. ഒന്നാലോചിക്കണം, ലോകത്തിൽ പരിവർത്തനത്തിൻ്റെ പാതകൾ സ്വീകരിച്ച പാർട്ടിയാണ് ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. ആ ആശയം കൊണ്ടാണല്ലോ ഞാനൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ചത്. പക്ഷേ ഇതിനകത്ത് ഒന്നുമില്ല. ഇതതിൻ്റെ വസ്തുത. ഞാനതൊക്കെ മാറ്റിവെക്കുന്നു. എനിക്കിനി അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം. എന്നെ സംബന്ധിച്ചോളം ഞാനെന്നുള്ളൊരു ചെറിയ മനുഷ്യൻ, എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും ഈ നാടിൻ്റെ ആളുകളിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റും BJP കേരളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വികസിത കേരളം എന്ന് പറയുന്ന ആ സങ്കല്പത്തിനോടൊപ്പമായിരിക്കും ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതല്ലാണ്ട് വേറെ ഒന്നും എന്നെ സംബന്ധിച്ചുള്ളത്. ഞാൻ ഇനി CPM-ന്ന് പോകുന്നു, ആ സഹയാത്രിക വേഷം ഞാൻ മാറ്റിവെച്ചു, ഇനി കുറേ കുറ്റങ്ങൾ പറഞ്ഞു. ഐ ഡോണ്ട് ലൈക്ക്. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുണ്ട്, മാധ്യമ മേഖലകളിലുണ്ട്. ഞാൻ ഒന്നിനു വേണ്ടിയിട്ട് ആരുടെ പുറകെ പോകുന്ന ഒരാളൊന്നുമില്ല. മറ്റു വാഗ്ദാനങ്ങൾ, ഓഫറുകളൊന്നും ഇല്ലാതെയാണ് താങ്കൾ BJP ഒരു ഓഫറും എനിക്കില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പലരും പറയും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് മാധ്യമങ്ങൾ പറയും ഞാൻ ഒരു ആഗ്രഹവും ഇല്ലാണ്ട് വന്നയാളെന്ന് പറയും. കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പോട്ടെ. എന്നെ സംബന്ധിച്ചോളം വളരെ ഹോണസ്റ്റായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് എൻ്റെ വൈഫും എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഞാൻ അവരോട് പറയേണ്ട ഒരു കാര്യം ചെയ്തില്ല. ഞാൻ ഓരോ ഓഫറും മുന്നിൽ വെച്ചിട്ടില്ല, ഒരാവശ്യം മുന്നിൽ വെച്ചിട്ടില്ല. ആഗ്രഹങ്ങളൊന്നുമില്ലേ? പാർലമെന്ററി പൊളിറ്റിക്സ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും തോന്നിയിട്ടില്ല? അങ്ങനെയുള്ള ആഗ്രഹങ്ങളിലേക്കൊന്നും ഞാനിതുവരെ കടന്നിട്ടില്ല. സത്യസന്ധമാണ് പറയണമെന്നുണ്ടെങ്കിൽ. നമുക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമ്മളെ മറച്ചു വെച്ചുകൊണ്ട് താത്വികമായിട്ട് പറയുന്നതൊക്കെ അന്തസ്സില്ലായ്മയാണ്. മനുഷ്യന് മുന്നോട്ട് പോകണം, താൻ പുറകോട്ടല്ല സഞ്ചരിക്കണം, താൻ മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാർലമെന്ററി പൊളിറ്റിക്സ് ആഗ്രഹിക്കുക ഒരു തെറ്റല്ലല്ലോ. ഒരാൾ ജനപ്രതിനിധിയാകുക അതൊരു തെറ്റായിട്ട് കരുതാൻ കഴിയില്ലോ. താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രോത്ത് അല്ലേ ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ?
അല്ല, പൊളിറ്റിക്കൽ ലീഡറുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ എബിലിറ്റിയും അംഗീകാരങ്ങളും ജനങ്ങളുടെ പിന്തുണയൊക്കെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ മുമ്പോട്ട് വരണം. കാരണം ജനാധിപത്യത്തിൽ അതുപോലെയുള്ള ആളുകൾ വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെമോക്രസി കീപ്പ് ചെയ്യണ്ടേ. എന്നെ സംബന്ധിച്ചോളം അൾട്ടിമേറ്റ്ലി BJPക്കൊപ്പം പ്രവർത്തിക്കുക, BJP തരുന്ന വികസിത കേരളത്തിന് വേണ്ടിയിട്ട് എൻ്റെ ശബ്ദം അതിനുവേണ്ടി ഉപയോഗിക്കുകയും ഞാൻ ഉപയോഗിക്കുക. അതിലപ്പുറം എന്താണെന്നുള്ളൊരു ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. സത്യസന്ധമായിട്ടും ഹോണസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, എനിക്ക് ശബ്ദം ഉയർത്താൻ അവസരം കിട്ടിയാൽ, ഇനി എൻ്റെ പാർട്ടി പറയാതെ കണ്ട്, ഇപ്പം ഞാനൊരു ഇത് മാത്രം പറയാം, എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം പറയാതെ കണ്ട് ഒരു ചാനലിൽ ഒരു ഡിബേറ്റ് ഞാൻ പോകത്തില്ല. ഇതുവരെ ഒരു സഹയാത്രികനായി ടെലിവിഷൻ ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ ഡിബേറ്റുകളിലാണ് പങ്കെടുക്കുന്നത്. പാർട്ടി പ്രവർത്തനത്തിൽ നേരിട്ട് അങ്ങനെ ഒരു കമ്മിറ്റികളിലൊക്കെ പ്രാദേശികമായി പങ്കെടുക്കുന്നുണ്ടതിനപ്പുറത്തേക്ക് ഇപ്പോഴാണോ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയത്? എന്താണ് താങ്കളുടെ അക്കാര്യത്തിൽ ഫീൽ? ശ്രീജിത്ത് വളരെ ബുദ്ധിമാനായ, വാർത്തകൾ കണ്ടെത്തുന്നതിൽ വളരെ മിടുക്കനായിട്ടുള്ള മാധ്യമപ്രവർത്തനം. ഞാൻ പുകഴ്ത്താതെ കൊണ്ട് തന്നെ ശ്രീജിത്തിനറിയാം. കാരണം ന്യൂസ് 18-ൽ ശ്രീജിത്ത് കൊണ്ടുവരുന്ന പല സ്കൂപ്പുകളും പല വാർത്തകളും ഞാൻ അതിലൊക്കെ ടെലിയിൽ വരാറുണ്ട്. നിങ്ങൾ കണ്ടെത്തുന്ന, ഞാൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു ശ്രീജിത്തിനെ കുറിച്ച്. കാരണം കഴിവുള്ള മിടുക്കനായ ഒരു മാധ്യമപ്രവർത്തനത്തിന് എത്രയോ വർഷം ശ്രീജിത്തിനെ അറിയാം. ഈ ചോദ്യം ആ രീതിയിൽ തന്ത്രശാലി ഒരു മാധ്യമപ്രവർത്തകന്റെ എന്ന് വന്ന ഈ ചോദ്യം അത്. കാരണം അറിയാമല്ലോ, 10-35 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് ഞാനെങ്കിലും ജോലി ചെയ്തിട്ടില്ല, ഫ്രീലാൻസ് ആയിരുന്നു. ഞാൻ പറയാം, ഞാനൊരു രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോൾ തോന്നിയെന്ന് ചോദിച്ചാൽ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ആ തോന്നലിന് മറുപടി പറയുന്നത് ശ്രീജിത്തിനെ പോലുള്ള മാധ്യമപ്രവർത്തകരാണ്. ഇന്നലെ ഈ വലിയ വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരുപാട് നേതാക്കൾ വലിയ സ്വീകരണമായിരുന്നു BJP ആസ്ഥാനത്ത്. മാധ്യമങ്ങളാണെങ്കിലും ഹെഡ്ലൈൻ വാർത്തയായി മാറി. റെജി ലൂക്കസ് എന്നുള്ളൊരു പേര് സാധാരണ ചാനൽ ഡിബേറ്റുകളിൽ മാത്രം കേട്ടിരുന്നിടത്ത് നിന്നൊരു വാർത്തയായി മാറി എന്നുള്ളതാണ് വ്യത്യാസം. അതോടുകൂടി ഒരു സ്വാഭാവികമായിട്ട് BJPയിൽ എത്തിയാൽ അവർ ഉപയോഗിക്കും, ഏതെങ്കിലും പദവികളൊക്കെ നൽകി, അപ്പോഴാണല്ലോ ഒരു പ്രവർത്തനത്തിലേക്കൊക്കെ മാറുക. അതുകൊണ്ടാണ് ചോദിച്ചത്, മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? അതിനൊരു മറുപടി ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിലെത്തുമ്പോൾ സത്യം പറയാം, ഒരു കൂട്ടം സംസ്ഥാന നേതാക്കൾ, തലയെടുപ്പുള്ള നേതാക്കന്മാർ, അവരെന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. സത്യം പറയാം, ഞാൻ ഭയങ്കരമായിട്ട് വികാരിതനായിപ്പോയി. കാരണം നമ്മളെ ഒരു പറ്റം മനുഷ്യർ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് ആരൊക്കെയോ ഉണ്ടല്ലോ എന്നൊരു തോന്നല്. CPM-ൽ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഈ സമ്മേളന വേദികളിലൊക്കെ പോകുമ്പോഴും സെൽഫി എടുക്കാനൊക്കെ ആളുകൾ, പ്രവർത്തകരൊക്കെ വരാറുണ്ടായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. അത് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ആകർഷിക്കും, അവർ വരും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസത്തെ ഭക്ഷണം, അന്ന് കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പൊതുസമ്മേളനമില്ല. അന്ന് ബഹുമാനപ്പെട്ട മരിച്ചുപോയ ജോസഫൈൻ, അതുപോലെ ശ്രീമതി ടീച്ചറൊക്കെ അവരുടെ ഒപ്പം എന്നെ വിളിച്ചിരുത്തിയാണ് ഫുഡ് കഴിച്ചത്. അതൊക്കെ മറക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്നേഹമുള്ള മനുഷ്യരോടൊപ്പം ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അത് അനുഭവിച്ചറിയണം. BJP-ക്കാർ ഒരു സ്നേഹം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് അല്ലേ? അത് സ്വാഭാവികമായ സ്നേഹവും വാത്സല്യവും കാണിച്ചത്, അല്ലാണ്ട് അവർ അഭിനയിച്ചതല്ല. ഞാൻ തുറന്നു പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കാണുന്നത്. ഇത്രയും ഫേമസ് ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള, 3 തവണ രാജ്യസഭയിൽ പോയിട്ടുള്ള കേരളത്തിൻ്റെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന മനുഷ്യൻ 100% ജെന്റിൽമാൻ എന്ന് ഞാൻ വാക്ക് കൊടുക്കുന്നു. 100%. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ശ്രീധരൻ അറിയാവില്ല, ഞാൻ വിദേശ രാജ്യങ്ങളിലെ പല മന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് എൻവയോൺമെന്റ് ടൂറിസം മിനിസ്റ്ററെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. കാനഡ ടൂറിസം മിനിസ്റ്റർ അവിടെ പോയി. ഇതെല്ലാം അവിടെ ചെന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള. ഞാനാണ് ബസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സർക്കാരിൽ അവതരിപ്പിക്കുന്നത്. ഞാനാണ് പരിസ്ഥിതി വേസ്റ്റ് മാനേജ്മെന്റ് സ്കീം അവിടെ നിന്ന് അവതരിപ്പിക്കുന്നത്. എൻ്റെ പേരാണ് നിയമസഭ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷം അതിനെ എതിർത്തുള്ള ഇന്നൊരു മരീചികയാണ്. കാരണം അതിനകത്തൊന്നും ഒരു തട്ടിപ്പ് നടക്കത്തില്ല. അതായത് സർക്കാർ ടു സർക്കാരാണ് അവതരിപ്പിച്ച ആളാണ് ഞാൻ. അപ്പം ഞാനിത് പറയാൻ കാരണം, തീർച്ചയായിട്ടും ഇത്തരം ചെറിയ ചെറിയ അനുഭവങ്ങൾ കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തം. അവരൊക്കെ ജെന്റിൽമാൻ, അറിയാലോ. സ്വിറ്റ്സർലൻഡ് മിനിസ്റ്റർ സൈക്കിളിൽ ചവിട്ടിയാണ് വന്നത്. അപ്പോഴാണ് കേരളത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ, അറിയാലോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പരിചയപ്പെട്ടവരിൽ എൻ്റെ ലൈഫിൽ ഇത്രയ്ക്കും ക്ലാരിറ്റിയുള്ള, ഇത്രയ്ക്കും മാന്യതയുള്ള, ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യൻ ഞാൻ ആരാ? വെറും ഒരു മനുഷ്യൻ. അദ്ദേഹം ആരാ? അദ്ദേഹം ഒരു എന്റർപ്രണർ കൂടിയാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരു വ്യവസായം എന്നുള്ളൊരു കഴിവ് തെളിയിച്ചുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഷിക്കാഗോയിൽ പോയി ഡോക്ടറേറ്റ് എടുത്തൊരു വ്യക്തിയാണ്. കേരളത്തിൽ വന്നിട്ട് കേരളത്തിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ച മുഴുവൻ വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞേ. അദ്ദേഹം എൻ്റെ അടുത്തൊരു പൊളിറ്റിക്സും പറഞ്ഞില്ല.
വല്ലാതെ ആകർഷണം തോന്നി. അത് അദ്ദേഹത്തിനോടൊപ്പം അല്ല, അദ്ദേഹത്തിനോടൊപ്പം BJPയുടെ സമന്വയ നേതാക്കളുണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ. എനിക്കൊരു ആരാധന തോന്നി. ഞാനത് ആ പാർട്ടി വന്നുകൊണ്ട് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞ വാക്കുകൾ ശരിക്കും ചിന്തിക്കുന്നവർക്കറിയാം. അദ്ദേഹത്തിനോടൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്തസ്സ്, നമ്മുടെ മനസ്സിന്റെ ഇത് നമ്മൾ വല്ലാതെ വളരും. എനിക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പോലും പറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമാണ്. ഞാൻ മനസ്സുകൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണും, ഇദ്ദേഹത്തിനൊന്ന് പരിചയപ്പെട്ടിരുന്നെങ്കിൽ. എനിക്ക് പരിചയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആരെ ഇന്റർവ്യൂ ചെയ്യും? ഇതാ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് ഞാൻ 2013. എനിക്കൊന്ന് ശ്രീധരൻ അറിയാൻ തോന്നുന്നു. അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, ഞാൻ ആ അവസരം വിനിയോഗിച്ചു. അന്നും ഞാൻ ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. വളരെ പ്ലസൻ്റായി 25 മിനിറ്റോളം അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ. അത് അമേരിക്കയിലെ ആഴ്ചവട്ടം എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിരുന്ന മാധ്യമത്തിലെ ലീഡിംഗ് വാർത്തയായിരുന്നു. അത് വളരെ ഇവിടെ പോലും ചില മാധ്യമങ്ങളിൽ അത് വന്നെന്നായിരിക്കും. ഞാൻ കൊടുത്തതല്ല, പറഞ്ഞാൽ ഇങ്ങനെ അവർ ഇത് കൊടുത്തു ഓൺലൈനിലോ മറ്റേ. അപ്പോൾ ഇത് പറയാൻ കാരണം, എന്നെ സംബന്ധിച്ചോളം ഞാനെന്നുള്ള വ്യക്തി നേടിയെടുത്തിരിക്കുന്ന അത്യാവശ്യം പുരോഗമനമായ ചിന്താഗതിക്ക് 1000 ഇരട്ടി ആപ്റ്റായ ഒരു വ്യക്തിത്വത്തെ ഞാൻ പരിചയപ്പെടുന്നത്. വളരെ നന്ദിയോടുകൂടി ഞാൻ ന്യൂസ് 18 പറയുകയാണ്. നിങ്ങൾ ഇത് കേൾക്കുന്നവർ ചിന്തിക്കുക, കേരളത്തിൻ്റെ മാറ്റം ഇനി വികസനത്തിലൂടെയാണ്. നമുക്ക് BJPയോടൊപ്പം നിൽക്കണം, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഈ BJPക്ക് കൂടുതൽ സീറ്റുകൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് 0 ആണ്. മുന്നോട്ട് പോകുന്നത് തന്നെയാണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ. എത്രത്തോളം വരും എന്നാണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? നിസ്സംശയം പറയാം, ഒരു രാഷ്ട്രീയ സഹയാത്രികനും ഒരു മാധ്യമപ്രവർത്തകനും കേരളത്തിൽ വൈഡായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ളതിൽ നിസ്സാരമായിട്ട് പറയാം, അല്ല നിസ്സംശയം പറയാം, അത്ഭുതങ്ങൾ BJPയോട് സൃഷ്ടിക്കും. മിഷൻ കേരള എന്ന് പറയുന്ന BJPയുടെ ആ സുചിന്തിതമായ പ്രഖ്യാപനത്തോടൊപ്പം കേരളത്തിലെ യുവതലമുറ ഏതാണ്ട് നല്ല ശതമാനം എത്തിക്കഴിഞ്ഞു. ഒരു 30-35 ഇടയ്ക്ക് സീറ്റ് കേരളത്തിൽ BJP നേടും. അതിനും അപ്പുറത്തേക്ക് പോയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഇത് എക്സാജറേഷൻ ഞാൻ പറഞ്ഞല്ല, ഞാൻ ഈ പാർട്ടി ചേർന്നതിൻ്റെ പേരിൽ ചുമ്മാ വാചകടി പറയുന്നതല്ല. കാരണം മധ്യ തിരുവിതാംകൂർ എങ്ങനെ വിധി എഴുതുന്നു മിടുക്കനായ ശ്രീജിത്ത് ഒന്ന് വിലയിരുത്തി നോക്കിയോ? ഞാൻ ഒന്നുകൂടെ ചേർത്ത് കൂട്ടി ചോദിക്കുക, കടുത്തുരുത്തിയിൽ നിന്ന് റെജി ലൂക്കോസ് ജയിക്കുമോ? അത് ഞാനും സ്ഥാനാർത്ഥിയാണെന്ന് ഇങ്ങനെയാ പറയുന്നത്. ഇതുവരെ വരുന്ന വാർത്ത അനുസരിച്ച് ഒരുപക്ഷെ താങ്കൾക്ക് ഏറ്റവും സാധ്യത താങ്കളുടെ സ്വന്തം സ്ഥലം ഇരിക്കുന്ന കടുത്തുരുത്തിയിൽ. അത് BJPക്ക് ഇങ്ങനെ ഒരു ക്രൈസ്തവ മുഖങ്ങൾ എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ താങ്കളും ആ നിലയിൽ ക്നാനായ സമുദായത്തിനൊക്കെ വലിയ വോട്ട് ബാങ്കുള്ള ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് BJP പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്തയും നമ്മൾ കൊടുക്കുന്ന വാർത്തയും. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ചോദിച്ചത്. അതിനൊന്നും എനിക്ക് മറുപടി ഇല്ല. ഞാൻ പൂർണ്ണ സന്തോഷത്തോടുകൂടി, എൻ്റെ മുഖം കണ്ടറിയും, ഇന്നലെ ഞാൻ വളരെ ക്ഷീണിതരായിരുന്നു 2 ദിവസത്തെ യാത്രകളിൽ. എൻ്റെ സന്തോഷം ഇന്ന് ഈ പാർട്ടിയോടൊപ്പം ചേർന്നതാണ്. ബാക്കിയൊക്കെ പാർട്ടി പറയുന്ന പോലെ ചെയ്യാന്നല്ല, അതുകൊണ്ട് എനിക്കൊരു ഡിമാൻഡും ഇല്ല. ഞാൻ പറഞ്ഞാൽ മത്സരിക്കുക എന്നുള്ളേ ഉള്ളൂ. അതൊക്കെ അന്നേരം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇനി എൻ്റെ നാവും എൻ്റെ ചിന്തകളും എൻ്റെ പാർട്ടിക്കൊപ്പമാണ്. എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് എന്താണ് അതനുസരിക്കും. കേരളം മുഴുവൻ നടന്ന് ഈ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു പറഞ്ഞാൽ ഞാൻ റെഡി, ഞാൻ പോവും. അതിലൊരു സംശയമില്ല കാര്യത്തിൽ. കടുത്തുരുത്തി BJPക്ക് ഒരു 14,000 വോട്ടൊക്കെയാണ് പരമാവധി പലപ്പോഴും വരാറുള്ളത്. ലോക്സഭയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. BJPക്ക് ഒരു സാധ്യത കടുത്തുരുത്തിയിൽ എന്തെങ്കിലും തരത്തിലുണ്ടോ? എന്താണ്? കടുത്തുരുത്തി മാത്രമല്ല, കടുത്തുരുത്തി, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി പോലുള്ള ബെൽറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭൂമിയാണ്. ശ്രീധരനറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു വലിയ മാറ്റങ്ങൾ വിസിബിളാണ്. കടുത്തുരുത്തിയെ പോലെയുള്ള, കടുത്തുരുത്തിക്ക് ഈ 3-4 ഞാൻ ഇവിടെ ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഇടുക്കി ജില്ലയിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ, ചങ്ങനാശ്ശേരി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരേ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണാണ്. അതുപോലെ മനുഷ്യന്റെ മനസ്സ് ഇവിടെ പർട്ടിക്കുലർ കടുത്തുരുത്തി എന്ന് പറയുന്നത് ഇതുകൊണ്ടത്തിന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ളവർക്ക്, ഇവിടുത്തെ വോട്ടറാന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, BJPക്ക് നിലവിൽ ഇവിടെ ഏതാണ്ടൊരു BJP തന്നെ പാർട്ടിക്ക് ഒരു 10-25,000 മുകളിൽ വോട്ടുണ്ട്. അതിലപ്പുറമായ രീതിയിൽ ഈ BJP പിന്നെ കടുത്തുരുത്തിയോട് നിലവിലുള്ള ജനപ്രതിനിധി കാണിക്കുന്ന 4 നൂറ്റാണ്ടായിട്ടുള്ള കടുത്ത അവഗണന ഇതൊന്നും നിസ്സാരമല്ല. നിങ്ങൾ കേരളത്തിൽ ഇതുപോലത്തെ ഒരു പദ്ധതിയും കൊണ്ടുവരാത്ത, കിഫ്ബി എന്ന് പോലും രൂപ കൊണ്ടുവരാത്ത, കേരളത്തിലെ ഇതുപോലെ തകർന്നടിച്ചൊരു നിയോജകമണ്ഡലം വേറെ സ്ഥലത്തില്ല. ഞാനത് പലതവണ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയൊക്കെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യാതൊരു അത്രപ്പോലും, ഇത് വ്യക്തിപരമല്ല, ഇത് നാടിൻ്റെ വികസനമാണ്. ഒരു മാറ്റം കടുത്തി ആഗ്രഹിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് ഞാൻ പറയാം, വിദേശ മലയാളികൾ മഹാഭൂരിപക്ഷവും ഇന്ന് ഈ ഇന്ത്യ അവർ ദർശിക്കുന്നത്, അതിൽ കേരളത്തെ കാണുന്നവർ, എനിക്കറിയാം, എനിക്ക് വളരെ ബന്ധമുള്ള വിദേശപരമായിട്ട്, അവർ BJP വരണം എന്നുള്ളവരും അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വോട്ടിംഗ് പാറ്റേണിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു തന്നെയാണ് താങ്കളുടെ 100% ശ്രീത്തെ എഴുതി വെച്ചോളൂ. BJP പാല മാത്രമല്ല, കടുത്തുരുത്തി മാത്രമല്ല, പാല, പൂഞ്ഞാർ,
ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ, നിയോജകമണ്ഡലങ്ങളിൽ BJP ജയിച്ചു കയറിയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കാരണം ജനം ഇത് ചിന്തിക്കുന്നു. ക്രൈസ്തവ വോട്ടുകളടക്കം വല്ലാതെ മാറിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു വിജയിപ്പിക്കാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ? നിസ്സംശയം പറയാം. ക്രൈസ്തവ വോട്ട് മാത്രമല്ല, ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിപക്ഷവും വിദേശ മലയാളികളായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവിടുത്തെ ആ വിദേശത്ത് ജീവിക്കുന്നവര് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് രാജ്യം വികസിക്കുന്നു, കേരളം വികസിക്കുന്നില്ല, അതുകൊണ്ട് രാജ്യത്തിനോടൊപ്പം സഞ്ചരിക്കൽ BJPക്കൊപ്പം നീങ്ങുന്ന അവരുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. ഒരു സംശയമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും BJPയോട് ഒരു തുറന്ന സമീപനം വന്നിട്ടുണ്ട്, ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട്. ഇതുവരെ മൂടി വെക്കുമായിരുന്നു BJPയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കള്ളക്കഥകൾ ചമച്ചുകൊണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ വിസിബിളാ. കള്ളം തുറന്നു പറയാൻ റെജി ലൂക്കോസ് മുന്നിലുണ്ടാവും അല്ലേ? ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പാർട്ടിക്ക് വേണ്ടി എനിക്ക് പറയാവുന്ന എന്റെ പാർട്ടി അനുവദിക്കുന്ന ഏത് സാഹചര്യവും ഞാൻ അത് കൈകാര്യം ചെയ്യും. എന്റെ കഴിവിന്റെ പരമാവധി. ഞാനിപ്പോൾ വലിയ മഹാനാണെന്നോ വലിയ കഴിവുകളാണെന്നോ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ വികസിത വികസനത്തിന് വേണ്ടി മാത്രമേ ശബ്ദിക്കത്തുള്ളൂ. ഞാൻ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇപ്പം ആവശ്യം അതാ. ഞാൻ അതിനുവേണ്ടി മാത്രമേ ശബ്ദിക്കത്തുള്ളൂ. നാളുകളിലെ ഇവിടുത്തെ യുവാക്കൾക്കും നമ്മുടെ തലമുറകൾക്കും, എന്റെ കുട്ടികൾ സഹിതമുള്ള നാളുകളിലെ നമ്മുടെ തലമുറയ്ക്ക് കേരളം ഒരു സുന്ദര ഭൂമിയാക്കി മാറ്റാനായിട്ട് വേണ്ടി മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതിന് ഒറ്റ പാർട്ടിക്ക് കഴിയത്തുള്ളൂ, അത് BJPക്ക് കഴിയത്തുള്ളൂ. അത് പൂർണ്ണ ബോധ്യമുള്ളതാണ് ഞാൻ ഈ പാർട്ടി ചേർന്നത്. ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടോ ഈ പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ? തീർച്ചയായിട്ടും അത് വരണമല്ലോ. ട്രോളുകൾ വരുന്തോറും നമ്മൾ ജനങ്ങളിലേക്ക് എത്തുക. ട്രോളുകളിൽ അത് രസമല്ല, ഞാനതിനെ ആസ്വദിക്കുന്ന ആളാണ്. എന്റെ ചാനൽ ചർച്ചയെക്കുറിച്ചൊക്കെ എത്ര ട്രോളുകൾ വന്നിട്ടുണ്ട്. ട്രോളുകളൊക്കെ നമ്മൾ ആസ്വദിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ചിലർക്ക് പെട്ടെന്ന് ഞാൻ മാറിയെന്ന് പറയുമ്പോഴത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് അവരോടൊന്നും ഒരു ശത്രുതയില്ല. ഇരട്ടപ്പേരുകളൊക്കെ ഉണ്ടല്ലേ? ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കമന്റ് നോക്കുന്നതാണ് കണ്ടത്. അത് എത്ര എണ്ണമുണ്ട്. അത് എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല. ഞങ്ങളിപ്പോ അതൊക്കെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായി ചോദിക്കും. ഞാൻ പലതിനും കോമഡി ആയിട്ട് കമന്റ് ഇടാറുണ്ട്. റെഡി ലൂക്കോസ് തന്നെ വിളിക്കാറുണ്ട്. അതെ, ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണല്ലോ. ആരാലും അറിയപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ട്രോൾ ചെയ്യും. രസമാണല്ലേ? ഞാൻ 100% ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ ഒന്നാമത് തന്നെ ഈ കോമഡി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. മനസ്സിന് സന്തോഷം കണ്ടത്. ഞാനിവിടെ വൈകിട്ട് കോമഡി ഷോ കാണും. ഞാൻ മലയാള മനോരമയുടെ ഒരു ചിരി മെമ്പർഷിപ്പിൽ ഒരിക്കൽ ഞാൻ ഗസ്റ്റായിട്ട് പോയായിരുന്നു. കാരണം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആസ്വാദനം ഒക്കെ നമുക്ക് ഇത് ആസ്വദിക്കണം. ഞാനത് ആസ്വദിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കൊരു ബലപ്പെടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളത് ഒരു ലൈഫേ ഉള്ളൂ. അത് ബി പോസിറ്റീവ് അല്ലേ. നമ്മളെന്തായാലും ഈ ജീവിതം അനുഭവിച്ചു തീർക്കും. അപ്പോൾ സന്തോഷത്തോടുകൂടി നല്ല മനുഷ്യരോടൊപ്പം നല്ല ഡെവലപ്മെന്റ്സ് കാണുന്നതോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാര സുഖമുണ്ട്. അതിനൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. ട്രോളുകളെ 100% ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇത് തമാശ പറഞ്ഞല്ല, ദാറ്റ് ഇസ് ഫാക്ട്. എന്തായാലും അതാണ് റെജി ലൂക്കോസ് പറയാനുള്ളത്. അദ്ദേഹം പറയുന്ന പോലെ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാവും, പാർട്ടി പറയുന്നത് അനുസരിക്കും എന്താണെങ്കിലും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. നമ്മളൊക്കെ വാർത്ത നൽകുന്നത് പോലെ ഒരുപക്ഷെ റെജി ലൂക്കോസിനെ ഒരു സ്ഥാനാർത്ഥിയായി കൂടി കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.